ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടികളാണ് പഠിക്കാനുള്ളത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ സോളിഡുകളെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കും: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോളിഡുകളെ ഇപ്രകാരം മൂന്നായി തരംതിരിക്കും. ഇതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നവർ വൈദ്യുതി നല്ലവണ്ണം കടത്തിവിടുന്നവരും, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നവർ വൈദ്യുതി തീരെ കടത്തിവിടാത്തവരും, സെമി കണ്ടക്ടേഴ്സ് വൈദ്യുതി കുറച്ച് മാത്രം കടത്തിവിടുന്നവരുമാണ്. എന്തുകൊണ്ടാണ് ചില സോളിഡുകൾ വൈദ്യുതി ഒരുപാട് കടത്തിവിടുന്നു, എന്നാൽ ചിലർ വളരെ കുറച്ച് മാത്രം കടത്തിവിടുന്നു, ചിലർ തീരെ കടത്തിവിടുന്നുമില്ല? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി പറഞ്ഞ ഒരു തിയറിയാണ് ബാൻഡ് തിയറി. നമ്മൾ 11ാം ക്ലാസ്സിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നൊരു തിയറി പഠിച്ചായിരുന്നു. ആ തിയറി അനുസരിച്ച് രണ്ട് ആറ്റങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ അറ്റോമിക് ഓർബിറ്റൽ ചേർന്ന് മോളിക്യൂളിന്റെ ഓർബിറ്റൽ ആയി മാറും. ഇപ്രകാരം ഒരു സോളിഡിൽ ഒരുപാട് ആറ്റങ്ങൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിലെ ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് ഓർബിറ്റലിൽ ചേർന്ന് ധാരാളം മോളിക്കുലാർ ഓർബിറ്റൽസ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ഇൻഫിനിറ്റ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് ആ മോളിക്കുലാർ ഓർബിറ്റലുകളുടെ എല്ലാം എനർജി ലെവലുകൾ വളരെ അടുത്തായിരിക്കും. അങ്ങനെ നമുക്കൊരു എനർജി ബാൻഡ് ഫോം ചെയ്യും. ഇപ്രകാരമുള്ള എനർജി ബാൻഡുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റലുകളെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നും തരംതിരിക്കുന്നത് പോലെ നമുക്ക് കിട്ടുന്ന എനർജി ബാൻഡുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ഫിൽഡ് ബാൻഡുകൾ, അല്ലെങ്കിൽ അതിനെ വാലൻസ് ബാൻഡ് എന്നും, എം ടി ആയിട്ടുള്ള ബാൻഡുകൾ അല്ലെങ്കിൽ അതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയും. അങ്ങനെ സോളിഡുകളിലെ ആറ്റങ്ങളുടെ ഓർബിറ്റൽസ് ചേർന്ന് ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡുകളായിട്ടും എം ടി ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡുകളായിട്ടും മാറും. ഇങ്ങനെയുള്ള വാലൻസ് ബാൻഡുകളിലും കണ്ടക്ഷൻ ബാൻഡുകളിലും മെറ്റലുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എപ്പോഴും ഓവർലാപ്പ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തതും കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിട്ടുള്ളതുമാണ്. എപ്പോഴാണോ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്നത്, അപ്പോഴാണ് ഒരു സോളിഡ് വൈദ്യുതി കടത്തിവിടുന്നത്. മെറ്റലുകളിലെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ അത് വൈദ്യുതി കടത്തിവിടും. അതേസമയം സെമി കണ്ടക്ടേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ഇലക്ട്രോണുകൾക്ക് പോകാം. എനർജി കിട്ടുന്നതനുസരിച്ച് അത് കുറച്ച് ഇലക്ട്രോണുകൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. അങ്ങനെ അത് വൈദ്യുതി കുറച്ച് കടത്തിവിടും. അതേസമയം ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നതിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഇലക്ട്രോണുകൾ വളരെ കുറച്ച് അല്ലെങ്കിൽ തീരെ കടന്നു പോകാറില്ല. അതുകൊണ്ട് തന്നെ അവയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വളരെ കുറവായിരിക്കും. ഇപ്രകാരം ബാൻഡ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഒരു ഇൻസുലേറ്റർ, കണ്ടക്ടറും സെമി കണ്ടക്ടറും വൈദ്യുതി കടത്തിവിടുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻസുലേറ്ററിലെ എനർജി ബാൻഡുകൾ അല്ലെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ്. സെമി കണ്ടക്ടേഴ്സിൽ വളരെ കുറവാണ്. കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ മെറ്റൽസിൽ അത് ബാൻഡ് ഗ്യാപ്പ് തീരെയില്ല, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സിൽ ഈ എനർജി ഗ്യാപ്പ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുന്നു എന്ന് പറയാം. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണുകൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ചാടിപ്പോകുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കൂടുന്നു.
പൊതുവായി ഗ്രൂപ്പ് 14 എലമെന്റുകളായ സിലിക്കൺ, ജെർമേനിയം ഇവ സെമി കണ്ടക്ടറുകളാണ്. അവ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കൂടും. ഇങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ഷൻ. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ മറ്റൊരു രീതിയിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിനെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി അതിനകത്ത് ചേർത്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിസ്റ്റലിലുള്ള ഡിഫക്റ്റുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്നൊരു ഡിഫക്റ്റ് പഠിച്ചു. ഇപ്രകാരം ഒരു ക്രിസ്റ്റലിൽ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ, ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടക്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ഷൻ കൂട്ടുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. The conduction of a semiconductor can be increased by adding impurity. This phenomenon is called doping. ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്പ്യൂരിറ്റികളാണ് നമ്മൾ പൊതുവെ ആഡ് ചെയ്യുന്നത്. ഒന്നിനെ നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി എന്ന് പറയും, മറ്റൊന്നിനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ഇതിൽ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ സെമി കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. അതേസമയം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ബോറോൺ എന്ന എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണുള്ളത്. അത് ഗ്രൂപ്പ് 13 വരുന്ന എലമെന്റ് ആണ്. അപ്പം ഗ്രൂപ്പ് 13 എല്ലാം വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. സിലിക്കൺ എന്ന് പറയുന്ന എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അത് ഗ്രൂപ്പ് 14 വരുന്നു. ആന്റിമണി SB എന്ന എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അത് ഗ്രൂപ്പ് 15 വരുന്നു. ഇതിൽ ഗ്രൂപ്പ് 14 സിലിക്കൺ സെമി കണ്ടക്ടർ ആണ്. ഈ സിലിക്കണിനകത്തോട്ട് ഇമ്പ്യൂരിറ്റി ആയി നമ്മൾ ബോറോണോ ആന്റിമണിയോ ആഡ് ചെയ്യാറുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇമ്പ്യൂരിറ്റി ആയിട്ട് സിലിക്കണിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കണ്ടക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിച്ചത്. അപ്പോൾ ഡോപ്പിങ്ങിന് വേണ്ടി ബോറോണോ ആന്റിമണിയോ സിലിക്കണിനോട് ആഡ് ചെയ്യും. എങ്ങനെയാണ് ഈ ഡോപ്പിംഗ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റലാണ്. സിലിക്കണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓരോ സിലിക്കൺ ആറ്റവും തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാവും. ഓരോ ബോണ്ടും ഉണ്ടാകുന്നത് 2 ഇലക്ട്രോണുകൾ തമ്മിൽ ചേരുമ്പോഴാണ്. അങ്ങനെ ഒരു സിലിക്കൺ ആറ്റം തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് ഇതുപോലെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാകും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിലിക്കണിനകത്തോട്ട് നമ്മൾ 15ാമത്തെ ഗ്രൂപ്പിലുള്ള ആന്റിമണി എന്ന് പറയുന്ന ആറ്റം ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. ആന്റിമണിയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ഇത് നമ്മൾ സിലിക്കൺ ക്രിസ്റ്റലിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സിലിക്കണിലെ ചില ആറ്റങ്ങളെ മാറ്റിയിട്ട് പകരം ആന്റിമണി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? സിലിക്കണിന് ബോണ്ട് ഉണ്ടാക്കാൻ 4 ഇലക്ട്രോൺ മതി. പക്ഷെ ആന്റിമണിയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ, 5ാമത്തെ ഇലക്ട്രോൺ, അത് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. അത് ഫ്രീ ആയിട്ട് ആ ക്രിസ്റ്റലിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന ഈ ഫ്രീ ഇലക്ട്രോണുകൾ ആന്റിമണിയുടെ കണ്ടക്ഷൻ കൂട്ടുന്നു. അപ്പോൾ സിലിക്കണിന്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സിലിക്കൺ എന്ന സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ആന്റിമണി ആഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് കാരണം ഈ ഫ്രീ ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഇതിനെ N ടൈപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ ആന്റിമണി ഡോപ്പ് ചെയ്ത് കിട്ടുന്ന സിലിക്കൺ ക്രിസ്റ്റലുകളെ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഈ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിലിക്കൺ ക്രിസ്റ്റലിനിടയ്ക്ക് ആന്റിമണി വരുമ്പോൾ ഇലക്ട്രോണുകൾ കൂടുന്നു. അപ്പോൾ സിലിക്കണോ ജെർമേനിയമോ ആഴ്സനിക് ആന്റിമണി പോലുള്ളവ കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. ഓരോ ആന്റിമണി വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആഴ്സനിക് വരുമ്പോഴും 1 ഇലക്ട്രോൺ എക്സസ് ആവുന്നു.
ഇങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എൻ ടൈപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഇനി എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി എന്താണെന്ന് നോക്കാം. ഇത് സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റലാണ്. ഓരോ സിലിക്കൺ ആറ്റവും തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റങ്ങളുമായി ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഒരു ബോറോൺ ആറ്റം ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോറോൺ കൊണ്ട് ഇതിനെ ഡോപ്പ് ചെയ്യുന്നു. ബോറോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. പക്ഷേ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4 ഇലക്ട്രോണുകൾ ആവശ്യമുണ്ട്. സിലിക്കൺ ആറ്റങ്ങൾ ബോറോൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബോറോണിന് തൊട്ടടുത്ത 3 സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. 4ാമത്തെ സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ അത് വേക്കൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഇലക്ട്രോണുകളുടെ വേക്കൻസി ഉള്ള സ്ഥലങ്ങളെ നമ്മൾ ഇലക്ട്രോൺ ഹോളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അതിൽ ക്രിസ്റ്റലിന്റെ ഇടയ്ക്ക് ഇലക്ട്രോണുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ സിലിക്കണോ ജെർമേനിയമോ നമ്മൾ ഗ്രൂപ്പ് 13 ബോറോൺ ഗാലിയം പോലുള്ളവ കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നു. ഓരോ ബോറോൺ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയി വരുന്നു. ഇങ്ങനെ കിട്ടുന്നവയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ നമ്മൾ സോളിഡുകളെ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിൽ ഇവയുടെ കണ്ടക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ തിയറിയാണ് ബാൻഡ് തിയറി. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അതിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് പറയും. അതേസമയം ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താലും അതിന്റെ കണ്ടക്ഷൻ കൂട്ടാൻ സാധിക്കും. ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ഫിനോമിനെ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടക്ഷൻ കൂട്ടുകയാണെങ്കിൽ അതിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് പറയും. ഡോപ്പിംഗ് വഴി നമുക്ക് 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടും, എൻ ടൈപ്പും പി ടൈപ്പും. ഇത്രയുമാണ് നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.